ജനനായകൻ നമ്മുടെ ദളപതി വിജയുടെ ഒഫീഷ്യലി അല്ലെങ്കിൽ പോലും ലാസ്റ്റ് പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് പടം, അല്ലെങ്കിൽ മോസ്റ്റ്ലി അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റേജിൽ ലാസ്റ്റ് പടം എന്നറിയപ്പെടുന്ന ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ദ ഫസ്റ്റ് ഫ്ലോർ എന്നാണ് പറയുന്നത്. കുഞ്ഞ് ടീസർ പോലെ ഞാൻ ആദ്യം ഓർത്തത് ഒരു പാട്ടായിരിക്കുന്നു, പക്ഷേ അതൊരു കുട്ടി ടീസറാണ്. സോ നമുക്ക് അത് കാണാം. എച്ച് വിനോദാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എൻ നെഞ്ചിൽ കുടിയിരിക്കും ഓ എ ട്രൂ ലീഡർ പേഴ്സൺ. ഓ ഞാൻ കാല് വരുമെന്നാണ്. ഓക്കെ. ഗ്രാഫിക്സ് തീയാണ്, പക്ഷെ കുഴപ്പമില്ല. ഓ പോലീസായിട്ടാണോ? ഒമ്പോ ഓ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ സ്വാഗ്. അയ്യോ, ഇതിന് പകരം വേറെ സാധനം അനിരുദ്ധ്. ഒമ്പോ ഓ ലെറ്റ്സ് റൈസ് ടുഗദർ 9. ഓക്കെ. ഓ നെക്സ്റ്റ് ഇയർ ജനുവരിയിലാണ് റിലീസ് വരുന്നത്. ഓക്കെ, കൊള്ളാം. ഇത് ഒഫീഷ്യലി ഓൾമോസ്റ്റ് വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സ്ഥിരമാകുമ്പോൾ കുറച്ച് നാളത്തേക്ക് സിനിമ ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇതൊരു ലാസ്റ്റ് പടമായിട്ടാണ്. ഇത് ഭയങ്കര ഒരു ഇതില്ലാതെ ഒരു ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇതാണെങ്കിൽ ഒരു നോർമൽ ഇതിൽ വരുന്നൊരു പടമാണ്. ഇത് അനൗൺസ് ചെയ്തിട്ടും തൊട്ട് ആൾക്കാർക്കൊരു ഈ ലോകേഷിൻ്റെയൊക്കെ ഒരു പടം വരുന്നില്ല. ഇതൊരു ഭയങ്കര സറ്റിലായിട്ടാണ് വന്നത്. പക്ഷേ ഈ പടം ഒരു കിടിലൻ പടമാണെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം ഒറ്റ പേര്, ഇതൊരു എച്ച് വിനോദ് പടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളൊന്നും വേണ്ട, ധീരൻ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മതി ഇത് റേഞ്ചാണെന്നറിയാൻ. പക്ഷേ വിജയ് എന്ന് പറയുന്നൊരു സ്റ്റാറിൻ്റെ അടുത്ത് വരുമ്പോൾ അങ്ങനത്തെ ഒരു പടം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു ഒട്ടാനൗട്ട് എൻ്റർടൈനർ തന്നെ ആയിരിക്കും. ഒരുപാട് റെഫറൻസുകളൊക്കെയുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആകാനാണ് ചാൻസ്. ഇപ്പം നെഞ്ചിൽ കുടിയിരിക്കും തന്നെ ഒരു റെഫറൻസ് മോഡിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണെന്നാണ് ഞാൻ ആദ്യം ഇപ്പം പോലീസ് ആയതുകൊണ്ട് ആ ഒരു രീതി തന്നെ ആയിരിക്കും, സോഷ്യോ പൊളിറ്റിക്കൽ എന്തെങ്കിലും സെറ്റപ്പ് തന്നെ ആയിരിക്കും. പക്ഷെ എനിക്കൊന്നുമില്ല, ഒരു കമ്പാരിറ്റീവ്ലി ഇതൊരു ലാസ്റ്റ് പടം, വിജയണ്ണൻ്റെ ഒരു ലാസ്റ്റ് പടം എന്നൊരു രീതിയിൽ വരുമ്പോൾ ഫാൻസിനൊരോളം വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ. അതിലപ്പുറത്തോട്ട് ഇതിനകത്ത് ഭയങ്കര നമ്മൾ കണ്ടിട്ടില്ലാത്ത കഥ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരാവശ്യമില്ലായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ജസ്റ്റ് ഒരു തിയേറ്ററിലോളം വെക്കാൻ വേണ്ടിയിട്ടൊരു പടം. പക്ഷേ അങ്ങനത്തെ ഒരുപാട് മൊമെൻറ്റ്സ് ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എനിക്കിന്ന് കുറേ നാൾക്ക് ശേഷമാണ് പുള്ളി ജില്ല അതിനൊക്കെ ശേഷം ഒരു പോലീസ് വേഷത്തിൽ, മാത്രമല്ല വിജയ് അണ്ണൻ്റെ പോലീസ് വേഷങ്ങൾ ഒരുപാട്, ഇപ്പോൾ പോക്കിരി ആയിക്കോട്ടെ കുറച്ച് നേരമുള്ളൂ, എന്നാലും ഭയങ്കര തരംഗമായ ക്യാരക്ടറാണ്. സോ അങ്ങനത്തെ ഒരുപാട് റെഫറൻസുകളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൊരു സിനിമയായിരിക്കാം. ആദ്യം ഇത് പറഞ്ഞിട്ട് നമ്മുടെ ബാലികയുടെ ഒരു പടത്തിൻ്റെ റീമേക്കായിരുന്നു എന്നാണ്. പക്ഷേ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, അങ്ങനെ ആകാതിരിക്കട്ടെ. ആ പടം മോശമാണെന്നല്ല, പക്ഷേ ആ ഒരു പടത്തിന് ആ പടമാണെങ്കിൽ പിന്നെ നമുക്കൊരു പ്രഡിക്റ്റബിലിറ്റിയും പിന്നെ അതൊരു ലാസ്റ്റ് പടത്തിന് ചേർന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ പടം ഒരു സെപ്പറേറ്റ് അങ്ങനത്തെ ഒരു സാധനം അല്ലെങ്കിൽ കിടിലനായിരിക്കും. പിന്നെ നമ്മുടെ ഓഫ് കോഴ്സ് അനിരുദ്ധാണ് മ്യൂസിക് വരുന്നത്. അനിരുദ്ധ് വന്നു കഴിഞ്ഞാൽ തന്നെ പടത്തിൻ്റെ റേഞ്ച് വേറെ രീതിയിലോട്ട് മാറ്റും. പിന്നെ വിജയ് ആൻഡ് അനിരുദ്ധ് വന്ന കോംബോ ഒക്കെ കിടിലനാണ്. സോ എസ്പെഷ്യലി ഈ ലാസ്റ്റ് വരുന്ന ഈ ടീസറിൻ്റെ അവസാനം വരുന്നൊരു സാധനം പടച്ച് വെച്ചിട്ടുണ്ട്, നല്ല കിടിലനായിരുന്നു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും വിജയണ്ണൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് സ്വാഗ് എന്ന് പറയുന്നത്, അദ്ദേഹം പുള്ളിക്കാരൻ ചില ആക്ടേഴ്സിന് മാത്രമല്ലാണ് സ്ക്രീനിൽ ചുമ്മാ ഇങ്ങനെ നടന്നു പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എസ്പെഷ്യലി ആ ലാസ്റ്റ് ഇങ്ങനെ കാണുന്ന ഒരു സീനൊക്കെ ഭയങ്കര രസമുണ്ട്. അത് വിജയ്ക്ക് മാത്രം, അല്ലെങ്കിൽ വളരെ കുറച്ച് ആക്ടേഴ്സിന് മാത്രമുള്ളൊരു കഴിവാണ് അത് അദ്ദേഹത്തിനുണ്ട്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ പടത്തിൻ്റെ പടം ഭയങ്കര സംഭവമാണെന്നുള്ള പ്രതീക്ഷയിലല്ലേ ഇതൊരു ലാസ്റ്റ് എന്നൊരു കൺസെപ്റ്റിൽ വരുമ്പോൾ. ഓക്കെ, നമുക്ക് തിയേറ്ററിൽ ഓളം വെക്കാനുള്ള എല്ലാ സെറ്റപ്പും ഈ ഒരു സിനിമയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് സത്യൻ സൂര്യൻ, എനിക്ക് തോന്നുന്നു മാസ്റ്ററൊക്കെ ചെയ്തത് ഇദ്ദേഹമാണെന്ന് തോന്നുന്നു. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസാണ്.
പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രദീപ് ബി രാഘവ് ഇതൊന്നു തമിഴിലെ ഡ്രാഗൺ സിനിമയൊക്കെ എഡിറ്റ് ചെയ്തത് പുള്ളിയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും നല്ലൊരു കിടിലൻ സിനിമ, വിജയേട്ടൻ്റെ ലാസ്റ്റ് പടം അന്ന് ഉള്ള രീതിയിൽ അങ്ങനെ ആകാതിരിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളത്തെ ഒരു ഇതാണെന്ന് മാത്രമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. ഹാപ്പി ബർത്ത്ഡേ വിജയ് സാർ. അദ്ദേഹം എന്താണോ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന ഒരു സ്റ്റേജാണ്. ഇപ്പോൾ പൊളിറ്റിക്സിൽ ഇറങ്ങുവാണെങ്കിലും അദ്ദേഹം സിനിമയിൽ എന്തൊക്കെയാണോ അച്ചീവ് ചെയ്തത് അതുപോലെ തന്നെ പൊളിറ്റിക്സും ഒരു നോർമൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്ത് കിളിലിനൊരു ലീഡറായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു ടീസർ ഫസ്റ്റ് റോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം.